കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രിയപ്പെട്ട നേതാവും വിപ്ലവകാരിയുമായ സഖാവ് യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുകയാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ വിപുലനായ നേതാവും ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ പോരാളിയും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം സർവതല മേഖലയിലും പ്രാവീണ്യം നേടിയ മഹാപണ്ഡിതനും അധ്വാനിക്കുന്ന വർഗത്തിന്റെ സമര പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായ നേതൃത്വവുമായി പ്രവർത്തിച്ച സീതാറാം യെച്ചൂരി തീരാ നഷ്ടമാണ് ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാക്കിയത് എന്ന് സീതാറാമിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിലെ ഓരോരുത്തരും വ്യക്തമാക്കുകയുണ്ടായി. വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ യോജിച്ച ഒരു പ്രതിപക്ഷ നിരയെ രൂപപ്പെടുത്താൻ ഏറ്റവും സജീവമായി പ്രവർത്തിച്ച ദേശീയ നേതാവാണ്. ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച നേതാവാണ് സഖാവ് യെച്ചൂരി എന്ന് പ്രതിപക്ഷ നേതൃനിര ഒരേപോലെ സൂചിപ്പിക്കുകയുണ്ടായി. വർഗീയതക്കെതിരായ പോരാട്ടം വ്രതമായി കണ്ട് രാജ്യത്വത്തിനും മൂലധന ശക്തികൾക്കുമെതിരായി ജനങ്ങളെ അണിനിരത്തുന്നതിൽ വീഴ്ചയില്ലാത്ത സമരത്തോടൊപ്പം തന്നെ വർഗീയതക്കെതിരായ പോരാട്ടം കൂടി ചേർത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സഖാവ് യെച്ചൂരിയും പ്രവർത്തിച്ചു മുന്നേറിയത്. സഖാവിന്റെ സ്മരണ ഇതിലുടനീളം രാഷ്ട്രീയ നിലപാടുകളെ മുൻനിർത്തിക്കൊണ്ട് ആളുകളെ അണിനിരത്തി ആ ഓർമ്മ പുതുക്കുകയാണ്. കേരളത്തിൽ ദിനത്തോടനുബന്ധിച്ച് 449 ലോക്കലുകളിലും പാർട്ടി മെമ്പർമാരും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ യുവജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള യെച്ചൂരി അനുസ്മരണ സമ്മേളനവും ഇന്ന് നാളെയുമായിട്ട് നടക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുസ്മരണ പരിപാടിയായിട്ട് യെച്ചൂരി അനുസ്മരണം മാറാൻ പോവുകയാണ്. ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടിയായിരിക്കും യെച്ചൂരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുസ്മരണ പരിപാടി. വൻ വിജയമാക്കുന്നതിനു വേണ്ടി സഖാക്കളും പാർട്ടി ബന്ധുക്കളും സഖാക്കളും എല്ലാം ഇറങ്ങണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് സഖാവ് യെച്ചൂരിയുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.